പിറ്റേ ദിവസം സാർ ജാൻസിയുടെയും റമീസിൻ്റെയും ഡീറ്റെയിൽസ്. ജാൻസിക്ക് അമ്മയും അനിയനും മാത്രമേ ഉള്ളൂ. അമ്മ ഫിലോമിന, അനിയൻ ജോൺ, അച്ഛൻ ജോസഫ്. ജോസഫ് 6 വർഷം മുൻപ് മരണപ്പെട്ടു. പിന്നെ അമ്മ ഫിലോമിന ചെറിയ ചെറിയ ജോലി ചെയ്താണ് ഇവരെ പഠിപ്പിച്ചത്. ഇവർക്ക് വേറെ ബന്ധുക്കളൊന്നുമില്ലേ? സാർ, ഈ ജോസഫും ഫിലോമിനയും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. ജോസഫ് ഒരു ഓർഫണേജിൽ വളർന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഫിലോമിനയുടെ വീട്ടുകാർക്ക് ഈ ബന്ധത്തിൽ താല്പര്യമില്ലായിരുന്നു. വിവാഹത്തിനു ശേഷം വീട്ടുകാരുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ലായിരുന്നു. ജോസഫ് മരിച്ചിട്ട് പോലും അവരാരും തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ റമീസോ? റമീസിന് 10 വയസ്സുള്ളപ്പോൾ ഒരു ആക്സിഡൻറ്റിൽ ഉമ്മയും വാപ്പയും സഹോദരിയും മരണപ്പെട്ടിരുന്നു. അന്ന് റമീസ് അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. പിന്നെ റമീസിനെ വളർത്തിയതും പഠിപ്പിച്ചതുമൊക്കെ റമീസിൻ്റെ ഉമ്മയുടെ മാതാപിതാക്കളാണ്. ഇപ്പോൾ ജാൻസിയുടെ അമ്മയും അനിയനും എവിടെയാണ്? ജാൻസിയുടെ മരണശേഷം അവരവിടെ നിന്ന് മാറിപ്പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതെവിടെയാണെന്ന് താൻ അന്വേഷിച്ചില്ലേ? അന്വേഷിച്ചു സാർ, പക്ഷേ അതെവിടെയാണെന്ന് അവിടെയുള്ള ആർക്കും അറിയില്ല. പിന്നെ അവരുമായി നല്ല രീതിയിൽ അടുപ്പമുള്ള ഒരു ഫാമിലിയുണ്ട്. അവരവിടെ ഇല്ലായിരുന്നു. ഒരു മരണത്തിനായി ബന്ധുവീട്ടിൽ പോയിരിക്കുക. അവരെ കിട്ടിയാൽ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടാൻ സാധ്യതയുണ്ട്. തനിക്ക് എന്തു തോന്നുന്നു? ഇവരെ സംശയിക്കേണ്ടതുണ്ടോ? സാർ, അത് ഈ ജാൻസിക്ക് അമ്മയും ഒരു അനിയനും റമീസിന് പ്രായമായ 2 പാരൻസും. അവരങ്ങനെ സംശയിക്കേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എനിക്കറിയില്ല സാർ. യഥാർത്ഥ പ്രതിയെ കിട്ടുന്നത് വരെ നമുക്ക് ആരെയും സംശയിക്കാം വിനയ്. ഒരു കാര്യം ചെയ്യുക, ആ ദളിത് ബാലൻ്റെ ആത്മഹത്യയും ഷിബുവിൻ്റെ ലോക്കപ്പ് മരണം, ആ 2 കേസിൻ്റെ ഡീറ്റെയിൽസും കൂടി ഒന്ന് എടുക്കണം. യെസ് സാർ, നമുക്ക് നോക്കാം. 2 ദിവസത്തിനു ശേഷം ഫ്ലാഷ് ന്യൂസ്. കാറിൽ കൊല്ലപ്പെട്ട നിലയിൽ യുവാവിൻ്റെ മൃതദേഹം. മനു 27 ആണ് കാറിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതിനടുത്ത ദിവസം ക്രൈംബ്രാഞ്ച് ഓഫീസ്. എന്താ സാർ കാണണമെന്ന് പറഞ്ഞത്? താൻ ഈ പിക്ചർ ഒന്ന് നോക്കിയേ. ഇന്നലെ കൊല്ലപ്പെട്ട മനു എന്ന ചെറുപ്പക്കാരൻ്റെ ഡെഡ് ബോഡിയുടെ ഫോട്ടോഗ്രാഫ്സാ. അതിൽ വലതു കൈയിൽ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന മുറിപ്പാട് കണ്ടോ? അത് കണ്ടിട്ട് തനിക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? സാർ, അത് എനിക്കിത് കണ്ടിട്ട് ഒരു പ്ലസ് ആകൃതി പോലെ തോന്നുന്നു. യെസ്, റൈറ്റ്. ഇനി ആ 2ാമത്തെ ഫോട്ടോ ഒന്ന് നോക്കിയേ. 2ാമത്തെ ഫോട്ടോ ACP ഫിലിപ്പോസിൻ്റേതായിരുന്നു. സാർ, ACP സാറിൻ്റെ കയ്യിലും അതുപോലെ? അതെ. അപ്പോൾ ഈ 2 കൊലയ്ക്കും പിന്നിൽ ഒരാളാണെന്നാണോ സാർ പറയുന്നത്? ആകാനാണ് സാധ്യത. വിനയ്, ഒരു കാര്യം ചെയ്യുക, ഈ കൊല്ലപ്പെട്ട മനുവിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് എടുക്കണം. സാർ, പിന്നെ ഈ കേസ് അന്വേഷിക്കുന്ന സ്ഥലം SIയെ എനിക്കൊന്ന് കാണണം. ഓക്കെ സാർ. കുറച്ചു മണിക്കൂറുകൾക്ക് ശേഷം. സാർ, ഈ കൊല്ലപ്പെട്ട മനു MR ടെക്സ്റ്റൈൽസ് ഉടമ വേണുവിൻ്റെ മകനാണ്. ഈ വേണു 4 കൊല്ലം മുൻപ് മരിച്ചു. പിന്നെ ഈ ബിസിനസ്സൊക്കെ നോക്കി നടത്തുന്നത് അച്ഛൻ ചന്ദ്രനാണ്. പഠനം കഴിഞ്ഞ് വന്ന മനുവിനെ ചുമതല ഏൽപ്പിച്ചുവെങ്കിലും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ചന്ദ്രൻ തന്നെയാണ്. ഈ മനുവിന് വേറെ ആരുമില്ലേ? ഉണ്ട് സാർ, അമ്മയും 2 സഹോദരിമാരുമുണ്ട്. എക്സ്ക്യൂസ് മീ സാർ. യെസ് സാർ, എൻ്റെ പേര് കുമാർ. മനു കൊലക്കേസ് അന്വേഷിക്കുന്ന. യെസ് കുമാർ, ഇരിക്ക്. സാർ, എന്തിനാ സാർ കാണണമെന്ന് പറഞ്ഞത്? കുമാറിന് അറിയാമെന്ന് കരുതുന്നു. ACP ഫിലിപ്പോസിൻ്റെ മരണം അന്വേഷിക്കുന്നത് ഞാനാണ്. അറിയാം സാർ. ഓക്കെ, മനു കൊലക്കേസ് അന്വേഷണം ഏതുവരെയായി? തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ സാർ. ഞാൻ വിളിപ്പിച്ചത് ഈ കേസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എനിക്കൊന്ന് വേണം. അതിനെന്താ സാർ? അത് ഈ 2 കൊലപാതകങ്ങളുടെ പിന്നിലെ പ്രതി ഒരാൾ തന്നെ ആവാമെന്ന് എനിക്കൊരു സംശയമുണ്ട്. സാർ എന്താ പറയുന്നേ? അദ്ദേഹം ഫോട്ടോസ് കാണിച്ച് കാര്യം വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു. സാർ, കൊല്ലപ്പെട്ട ദിവസം മനു കുര്യൻ എന്ന ഒരാളെ പിക്ക് ചെയ്യാനായിട്ടാണ് പോയത്. ആരാ ഈ കുര്യൻ? സാർ, ഇവർക്ക് മൂന്നാറിൽ ഒരു റിസോർട്ടുണ്ട്. മൊത്തമായും ഇവരുടേതല്ല, പാർട്ണർഷിപ്പിലുള്ളതാണ്. അത് വിൽക്കാനുണ്ടെന്ന് പറഞ്ഞ് ഒരു പരസ്യം ഇവർ പത്രത്തിൽ കൊടുത്തിരുന്നു. അത് കണ്ട് പലരും വിളിച്ചെങ്കിലും വില കൂടുതലായതുകൊണ്ട് ആരും പെട്ടെന്ന് വാങ്ങാൻ തയ്യാറായില്ല. എന്നാൽ ഇവർ ചോദിച്ച അതേ വിലയ്ക്ക് തന്നെ റിസോർട്ട് വാങ്ങാൻ തയ്യാറായി ഒരാൾ വന്നു. അയാളാണ് കുര്യൻ. അയാളുടെ വരും വഴി വണ്ടി വഴിയിൽ വെച്ച് കേടായത് കൊണ്ട് കൂട്ടിക്കൊണ്ടുവരാൻ പോയതാണ് മനു. എന്നിട്ട് കുമാർ അയാളെ ചോദ്യം ചെയ്തില്ലേ? ഇല്ല സാർ, അയാൾ ഇപ്പോൾ മിസ്സിങ്ങിലാണ്. അയാളെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഇതുവരെ ഒരു വിവരവുമില്ല. എനിക്ക് ഈ മനുവിൻ്റെ വീടൊന്ന് കാണണമല്ലോ. അതിനെന്താ സാർ? പിറ്റേ ദിവസം രാവിലെ തന്നെ അവർ മനുവിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. കോളിംഗ് ബെൽ കേട്ട് ഡോർ തുറന്നത് ചന്ദ്രനാണ്. മോർണിംഗ്. വരൂ സാർ, ഇരിക്കൂ. ഞാൻ ക്രൈംബ്രാഞ്ച് ഓഫീസർ ആസിഫ് ഖാൻ.
ACPയുടെ മർഡർ അന്വേഷിക്കുന്നത് ഞാനാണ്. ഞാനിപ്പോൾ വന്നത് കുറച്ച് ഡീറ്റെയിൽസ് അറിയാനാണ്. എന്താണ് സാർ അറിയേണ്ടത്? മനു കൊല്ലപ്പെട്ട ദിവസം കുര്യൻ എന്ന ആളെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് പോയതെന്നാണ് നിങ്ങൾ കൊടുത്ത മൊഴി. അതെ സാർ. കുര്യനെ നിങ്ങൾക്ക് എങ്ങനെ നേരിൽ കണ്ടുള്ള പരിചയമാണോ അതോ ഫോൺ വഴിയുള്ള പരിചയമോ? രണ്ടുമില്ല സാർ. ഞങ്ങളുടെ ഒരു റിസോർട്ട് വിൽക്കാനുണ്ടെന്ന് പറഞ്ഞ് പരസ്യം പത്രത്തിൽ കൊടുത്തിരുന്നു. അത് കണ്ടിട്ട് ഗോപാലൻ എന്നൊരാൾ വിളിച്ചിരുന്നു. അയാൾ ബ്രോക്കറാണെന്നാണ് പറഞ്ഞത്. കാര്യങ്ങളൊക്കെ സംസാരിച്ചു. സ്ഥലം നേരിൽ കാണാനും എഗ്രിമെൻ്റ് ഒപ്പിടാനുമായിട്ടാണ് ഈ കുര്യൻ എന്നയാൾ വന്നത്. വഴിയിൽ വെച്ച് കാറ് ബ്രേക്ക് ഡൗൺ ആയെന്ന് പറഞ്ഞ് കോൾ വന്നിരുന്നു. അങ്ങനെയാണ് കൂട്ടിക്കൊണ്ടുവരാൻ മനുവിനെ ഞാൻ പറഞ്ഞയച്ചത്. ആരാ വിളിച്ചത്? കുര്യനാണോ? അല്ല, ഗോപാലനാണ്. ആ നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫാ. വിനയ് സാർ, ആ നമ്പറിൻ്റെ ഡീറ്റെയിൽസ് എടുക്കണം. ശരി സാർ. പിന്നെ നിങ്ങളും കൊല്ലപ്പെട്ട ACPയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? അദ്ദേഹം എൻ്റെ സുഹൃത്തായിരുന്നു. ഓക്കെ, അപ്പോൾ ശരി എന്നാൽ ഞങ്ങൾ ഇറങ്ങുക. അവർ പോകാൻ തുടങ്ങുന്നതും ചന്ദ്രൻ പിറകെ വിളിക്കുന്നു. സാർ, ഒരു കാര്യം പറയാൻ വിട്ടു. എന്താ? മനു മരിക്കുന്നതിന് 1-2 ആഴ്ചയ്ക്ക് മുൻപ് ഇവിടേക്കൊരു കത്ത് വന്നിട്ടുണ്ടായിരുന്നു. കത്തോ? അതെ സാർ. ചന്ദ്രൻ കത്ത് കൊണ്ടുവന്ന് അവരെ കാണിക്കുന്നു. ഇതാണ് കത്ത്. സാർ, നിങ്ങളൊരു നിയമപാലകനായതുകൊണ്ടാണ് മുകളിൽ സാർ എന്ന് അതിസംബോധന ചെയ്തത്. ഒരിക്കലും താൻ ആ വിളിക്ക് അർഹനല്ല. മറ്റുള്ളവരുടെ സന്തോഷം നശിപ്പിക്കുന്ന താനൊരു ചെകുത്താനാണ്. ഈ ചെകുത്താൻ്റെ ആയുസ് ഇനി വെറും 3 നാളുകൾ മാത്രം. അതിനുള്ളിൽ താൻ മരണപ്പെടും. അല്ല, ഞാൻ കൊല്ലും. പ്ലസ് ചിഹ്നം. ഇത് നിങ്ങൾ പോലീസിനെ അറിയിച്ചില്ലേ? ACP സാറിനെ അറിയിച്ചു. ആരെങ്കിലും അഡ്രസ്സ് മാറി അയച്ചതാവുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ സേഫ്റ്റിക്ക് 1-2 പോലീസുകാരെ ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. കേസൊന്നും ആക്കിയില്ല. പിന്നെന്താ താനിത് നേരത്തെ പറയാതിരുന്നത്? അത് ഞാൻ വിട്ടുപോയി സാർ. ശരി. അവർ അവിടെ നിന്നും ഇറങ്ങി കാറിൽ സഞ്ചരിക്കവേ വിനയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു.